പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് അത് ഒരു തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. അപ്പം എസെൻഷ്യലി അതിൻ്റേതായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചാണ് IAS പദവി രാജിവെച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ അത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. അതായത് ഈ ഒരു മാറ്റം സംഭവിക്കുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല, അത് ജനങ്ങളെ ഒരു ബെനിഫിഷ്യറി ആയിട്ട് കാണുക. അതിപ്പോൾ അത് കിറ്റാണോ അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ആണോ സ്വീകരിക്കുന്ന, സർക്കാരിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്നവർ എന്ത് കൊടുക്കുന്നു അത് സ്വീകരിക്കുന്ന ഒരാളെ ആക്കി മാറ്റുക, ഒരു പ്രജകളാക്കി അല്ലെങ്കിൽ ഒരു ബെനിഫിഷ്യറി ആക്കി മാറ്റുക. അങ്ങനെ മതി, ചോദ്യം ചോദിക്കരുത്, നിശബ്ദരാകുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മാത്രമല്ല, അത് കേരളത്തിലും അതിൻ്റെ പ്രതിഫലനമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൗരൻ, ജനങ്ങളെ പൗരന്മാരാക്കുക എന്നുള്ളൊരു ചരിത്രമാണ്. ആ ഒരു രാഷ്ട്രീയത്തിന് കേന്ദ്രത്തിലും കേരളത്തിലും രാജ്യം ഉടനീളം വരേണ്ട ഒരു ആവശ്യമുണ്ടെന്നും അതിനോട് എത്രത്തോളം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമോ അതിനുവേണ്ടി എന്നും കൂടെ ഉണ്ടാവുകയും ചെയ്യുക എന്നൊരു ധാരണയിലാണ്. അല്ല, അത് ഇല്ല. എസെൻഷ്യലി പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണല്ലോ ഇത് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ ആയിരിക്കും. ഇല്ല, അത് വീണ്ടും തെരഞ്ഞെടുപ്പിനോടനുബന്ധപ്പെട്ടിട്ടുള്ള തീർച്ചയായിട്ടും പാലക്കാട് ഞാൻ മനസ്സിലാക്കിയത്രത്തോളം ഒരു കർഷകരുടെ ഒരു വലിയൊരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. MSPയുടെയും ഒക്കെ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മാത്രമല്ല കോയമ്പത്തൂരിനോടനുബന്ധപ്പെട്ട് തന്നെ വളരെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആവാൻ പറ്റുന്ന ഒരു ഇതാണ്. അത് കൊച്ചിയായിട്ടൊരു കോറിഡോറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിലും വളരെയധികം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സാധ്യതകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ്, സ്നേഹമുള്ള ജനങ്ങളാണ്. അതുകൊണ്ട് ഒത്തിരി ഉണ്ട്, സ്വപ്നങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതൊരു മത്സരം അല്ലെങ്കിൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുക എന്നുള്ള രീതിയിലോട്ട് മാത്രമായിട്ട് ചുരുങ്ങുക എന്നുള്ളതല്ല. ഏത് രീതിയിലും വർക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ എന്നും കൂടെ ഉണ്ടാവും എന്നുള്ളത്. പാലക്കാട് സീറ്റ് ഒരു സിറ്റിംഗ് സീറ്റാണ്. പക്ഷേ ഈ കഴിഞ്ഞ MLAയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാകുന്നു. പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയാവുന്ന വരുന്നുണ്ടെന്നാണ്. ഇല്ല, അദ്ദേഹം അത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അത്ര ഫോളോ ചെയ്തൊരു ഇതല്ല. പക്ഷേ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് അത് ഒരു തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ പുറത്താക്കിയത്. അപ്പം എസെൻഷ്യലി അതിൻ്റേതായിട്ടുള്ളൊരു തിരിച്ചടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. താങ്കളെ പോലെ തന്നെ നേരത്തെ സരിനെ താങ്കൾക്ക് അറിയാൻ പറ്റുന്നത്, ഇവിടെ നേരത്തെ ഉപതെരഞ്ഞെടുപ്പുണ്ടായ സമയത്ത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു സരിൻ. അപ്പോൾ സരിൻ ഒക്കെ ഈ രീതിയിലേക്കൊക്കെ പൊളിറ്റിക്കൽ പ്രവേശനമൊക്കെ വന്ന ഒരാൾ കൂടിയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഫൈറ്റൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഇല്ലില്ല, തീർച്ചയായിട്ടും പൊളിറ്റിക്സിലോട്ട് എല്ലാ വിധത്തിലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം രാഷ്ട്രീയത്തിൽ നമ്മൾ ഒരു വളരെ ഹൈ ആയിട്ടുള്ളൊരു എൻട്രി, പ്രവേശന ബാരിയറാണ് ഇറങ്ങാൻ ആൾക്കാർക്ക് താല്പര്യപ്പെടുന്നത്. ആ ഒരു ബാരിയർ കുറയേണ്ട കാര്യമുണ്ട്. എത്രയും ആൾക്കാർ രാഷ്ട്രീയത്തിലോട്ട് വരുന്നു അത്രയും നല്ലതും, അതുപോലെ തന്നെ അത്രയും പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ളൊരു രാഷ്ട്രീയവും അത് ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ.